ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്, ഒലിച്ചു പോയിട്ടുണ്ട്. ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ദുആ ചെയ്യാനല്ലേ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. ഒരുപാട് പേര് മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ട് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടാവും, ഒരു കുഞ്ഞു മക്കളടക്കം. എന്താ പറയുക. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അവർക്കൊക്കെ അവർ ഇത്രയും കാലം സമ്പാദിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു. സമ്പാദിച്ചത് പോട്ടെ, എന്താ പറയുക, അവരുടെ ഉമ്മ നഷ്ടപ്പായി, ഒരുപാട് വാപ്പമാർ നഷ്ടപ്പായി, മക്കൾ, ഭാര്യമാരെല്ലാം, കുടുംബം മൊത്തം നഷ്ടപ്പെട്ടിട്ട് അവിടെ ഇപ്പോഴും ഒരുപാട് പേര് അവരിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പടച്ചോൻ എത്രയും പെട്ടെന്ന് അവരിനെയൊക്കെ കണ്ടെത്താനും മരിച്ചു പോയവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സ്വർഗം കിട്ടാനും, അതേപോലെ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യം കിട്ടാനൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ എല്ലാവരും സേഫായി ഇരിക്കുക, അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. രാവിലെ മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ. രാവിലെ ഞാൻ അറിഞ്ഞത് ക്ലാസ് ഇല്ലയെന്ന്. അപ്പോൾ ഇക്കാക്കും 2 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഇന്ന് വർക്കില്ല, പോയിട്ടില്ല. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇന്ന് ഉദ്ദേശിക്കുന്ന പോലെ ഇന്നലെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. എന്നാൽ കഴിക്കാനും ടേസ്റ്റുള്ള, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പീസ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം 2 വെല്ലുള്ളി വേണം കേട്ടോ. അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് ഇതാ കുറച്ചൊരു സ്പൂണൊക്കെ അളവിൽ വെളുത്തുള്ളി വേണം കേട്ടോ. പിന്നെ മെയിനായിട്ട് കറിവേപ്പിലയും മല്ലിത്തളയും വേണം. പക്ഷേ ഞങ്ങൾ കടയ്ക്കൊന്നും പോകാത്തതുകൊണ്ട് അത് കഴിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അത് എടുക്കണം. അതാണ് ഒരു മണമൊക്കെ കിട്ടണമെങ്കിൽ നമുക്കത് വേണമല്ലോ. അപ്പോൾ ഇതിൽ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആവശ്യം നമുക്ക്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വെല്ലുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഈ ഉള്ളിയില്ലേ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേഗം വെന്ത് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് വഴറ്റുന്നതിലാണ് കേട്ടോ. നന്നായി ഈ ഉള്ളി വഴണ്ട് കിട്ടണം, നല്ല ബ്രൗൺ കളറായി ഭയങ്കര മുരിഞ്ഞ പോലെ ആവണം. അതാണ് ഈ കറിൻ്റെ ടേസ്റ്റ്. നമ്മൾ എന്തും വഴറ്റുമ്പോൾ വഴറ്റി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ ഇത് നന്നായി ആവുന്ന വരെ നമ്മൾ നന്നായി ഫുൾ സ്പീഡിലിട്ട് തന്നെ കരിയാണ്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ വഴറ്റി ഈ ഒരു ബ്രൗൺ കളറായി വരെ ഈ ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ നന്നായി വഴറ്റണം. ഈ തക്കാളി അരിഞ്ഞ് അതിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായി ഉടയുന്ന വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് മാറുന്ന വരെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച്, നമ്മുടെ വീട്ടിലത്തെ മുളക് പൊടിൻ്റെ എരിവ് നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതാ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ച് നേരം ഇളക്കി ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മല്ലിത്തള വീട്ടിലുണ്ടെങ്കിൽ ഇതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും മല്ലിത്തളയും കറിവേപ്പില ആദ്യം മല്ലിത്തള ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഞാനത് ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കുക. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായി ഒന്ന് കുറുകി വരണം കേട്ടോ. നമുക്കിത് അടച്ച്
അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കറി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം, നല്ല സിമ്പിളാണ്. ഒരുപാട് മസാലയൊക്കെ ഇട്ട് വെക്കുന്ന കറിയുണ്ട്, പക്ഷേ ഇത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.